നമസ്കാരം. ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് ശ്രീ അഭിലാഷാണ് സംസാരിക്കുന്നത്. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്. കാര്യം മുല്ലപ്പെരിയാർ ഡാം ഞാൻ 2000-ൽ പരം റെഡ് അലേർട്ടിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ രക്ഷിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുല്ലപ്പെരിയാർ ഡാം ഇറാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തുർക്കി നിർമ്മിത ചൈനീസ് ക്ലൗഡ് സീഡിംഗ് ഷിപ്പിൽ നിന്നുള്ള കണ്ടെയ്നർ ഷിപ്പിൽ നിന്നുള്ള ഇതിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും. കേരളത്തിൽ 3 കോടി ജനങ്ങൾ മുല്ലപ്പെരിയാർ ഡാം തകർന്നതിനെ തുടർന്നുള്ള ഭൂകമ്പത്തിലും സുനാമിയിലും, ഇന്ത്യയിലെ 12 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്ന് 64 കോടി ജനങ്ങൾ, ഏഷ്യയിലെ 34 കടൽ തീരമുള്ള രാജ്യങ്ങളിൽ നിന്ന് ആഫ്രിക്കയിലെ 7 കടൽ തീരമുള്ള രാജ്യങ്ങൾ, ഇതെല്ലാം ഇന്ത്യൻ മഹാസമുദ്രവും ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ സീയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ ഉൾപ്പെടെ സുനാമി ബാധിച്ച് ലോകത്തിലെ 444 കോടി ജനങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും ജലസമാധിയാകും. രക്ഷിക്കാൻ ഒരേയൊരാൾക്ക് മാത്രമേ സാധിക്കൂ, ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രി ശ്രീ അഭിലാഷ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ലോകത്ത് 204 രാജ്യങ്ങളുണ്ട്. അതിൽ ഒന്നുപോലും നമ്മുടെ എല്ലാ സ്ഥലത്തും മതേതരം എന്ന് പറയുന്നത് വെറും പേപ്പറിലോ കടലാസിലോ വാക്കുകളിലോ മാത്രം പറയുന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ തമ്മിൽ തല്ലുന്ന വ്യക്തികളോട് ശ്രദ്ധിക്കും. ലോകത്തിൽ ഒരു ദൈവമേ ഉള്ളൂ, ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. നമ്മളെല്ലാം ഇന്ത്യക്കാർ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, കേരളത്തിലെ ഒരു MLA, അതും അദ്ദേഹം മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന ഒരു MLA ശ്രീ രമേശൻ, കോവിഡ് വന്നപ്പോൾ എന്തോ ഉസ്മാന്റെ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു. തള്ളൊക്കെ അവിടെ നിർത്ത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കും. മുല്ലപ്പെരിയാർ പൊട്ടിയ ഹരിപ്പാട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പോയിട്ട് ഒരു കുഞ്ഞു പോലും ഉണ്ടാവത്തില്ല. ഐലൻഡായിട്ട് മാറും ഹരിപ്പാടൊക്കെ. മൂന്നാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഡൽഹിയിൽ എത്തിയപ്പോഴത്തേക്ക് കേരളത്തിൻ്റെ ഇന്ന് 3-4 പേര് എൻ്റെ ഒപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മെട്രോ ഇറങ്ങിയിട്ട് അവിടുത്തെ ഡൽഹി മന്ത്രി രേഖ ഗുപ്ത ഉൾപ്പെടെ സ്വീകരിക്കാൻ വന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ അവിടെയുള്ള മലയാളികളെ നമ്മൾ ചുമ്മാ പരിചയപ്പെട്ടപ്പോൾ അവരൊരു മുസ്ലിം കുടുംബത്തിലാണ്, പക്ഷെ അവരെ മരുമോൾ ഹിന്ദു കുടുംബത്തിൽ നിന്ന് തട്ടോ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ കൊച്ചിൻ്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. അപ്പം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ആ കൊച്ചിന് 21 വയസ്സുള്ളൂ, പക്ഷേ 7 വയസ്സുള്ള മോനുണ്ട്. മലപ്പുറത്താണ് ഇത് സംഭവിച്ചേക്കുന്നത്. അപ്പം 15 വയസ്സിൽ ആ കൊച്ച് പ്രസവിച്ചു കഴിഞ്ഞു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം. ഇതാണോ? അപ്പം ഇത് പോസ്കോയിലൊന്നും പെടത്തില്ലേ? കൊച്ചുള്ളതുകൊണ്ട് പോസ്കോയിലില്ലെന്ന് വിചാരിക്കും. അപ്പം മലപ്പുറത്ത് മാത്രം കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 22,000 പെൺകുട്ടികൾ 17 വയസ്സിൽ അമ്മമാരായിട്ടുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ പോലും 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുമായിട്ട് അങ്ങനെ ഇതുണ്ടെങ്കിൽ പോസ്കോയിൽ പെടും. അപ്പോൾ ആഭ്യന്തരമന്ത്രിയൊക്കെ എന്തിനാണ് ഭരിക്കുന്നത്? നിങ്ങളൊക്കെ ഭരിച്ചിട്ട് എന്താണ് കിട്ടുന്നത്? നല്ല ക്ലൈമറ്റ് കിട്ടും. ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടിത്തെറിച്ച കടലിൽ പതിക്കുന്നതേ ഉള്ളൂ കേരളം. കഴിഞ്ഞു. പ്രധാനമന്ത്രി ഉൾപ്പെടെ മുങ്ങിക്കഴിഞ്ഞു വിദേശത്തേക്ക്. ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. ഭാരത് മാതാ കി ജയ്. ജയ് ഹിന്ദ്. താങ്ക് യു ഓൾ. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്. വേണമെങ്കിൽ കേക്ക്, ഇല്ലെങ്കിൽ ചത്ത് കള.